نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ചും നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി നിശ്ചയിച്ചു തന്ന ഏറ്റവും സുപ്രധാനമായ സൗകര്യങ്ങളിലൊന്നാണ് നമ്മുടെ സമ്പത്ത് എന്നത്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്നത്. അവിടെ ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരമായി, സീനത്തായി വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ എണ്ണിപ്പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതേ അലങ്കാരമെന്ന് വിശേഷിപ്പിക്കുന്ന സമ്പത്ത് ഒരു വേള പരീക്ഷണമാണെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സുപരിചിതമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സമ്പത്തും മക്കളും അത് ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാകുന്നു. അപ്പൊ സീനത്ത് എന്നാണ് ഒരു സ്ഥലത്ത് പ്രയോഗിച്ചത്. അതേപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സ്ഥലത്ത് സൂറത്തു അൻഫാലിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു സമ്പത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ അറിയണേ തീർച്ചയായും നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ സന്താനങ്ങൾ ഫിത്ന, അതൊരു പരീക്ഷണമാണ്. അപ്പോൾ അലങ്കാരമായി സീനത്തായി കാണുന്ന ഈ സമ്പത്ത് അതൊരു പക്ഷേ നമുക്ക് പരീക്ഷണമായി ആ സമ്പത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഓരോ ഉമ്മത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം ഓരോ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി ചില വസ്തുക്കൾ വെച്ചിട്ടുണ്ട് എന്നാണ്. അവിടെ ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ സമുദായങ്ങൾക്കും ഒരു പരീക്ഷണ വസ്തുവുണ്ട്, ഓരോ പരീക്ഷണ വസ്തുവുണ്ട്. എന്നാൽ വഫിത്നത്തു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണ വസ്തു എന്നത് അത് മാലാണ്, സമ്പത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായ സമ്പത്തിനോടുള്ള വിശ്വാസികളുടെ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ആയത്തുകളെ, പ്രവാചകന്റെ വചനങ്ങളെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന 7 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം സമ്പത്തുമായി ബന്ധപ്പെട്ട് അതിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും സമ്പത്തുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, സമ്പത്ത് മുഴുവൻ ഈ ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബിൻ്റേതു മാത്രമാണ് എന്ന് വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പലപ്പോഴും നമ്മൾ നമ്മുടെ പണവും അതേപോലെ തന്നെ പറമ്പും പാടവും അതേപോലെ തന്നെയുള്ള ധനമായി മാലായി എന്തൊക്കെ നമ്മൾ എണ്ണുന്നുണ്ടോ അതെല്ലാം എന്റേതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് സ്വന്തം നമ്മുടേതല്ല. ഇതിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ അടുക്കലാണ്. അള്ളാഹുവാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. നമുക്കറിയാം ഇത് താൽക്കാലികമായ ഒരു കൈമാറ്റ പ്രക്രിയയാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, നമുക്ക് പറമ്പുണ്ട്, പാടമുണ്ട്. ഇപ്പോൾ എന്റേതാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ശ്വാസമൊന്നു നിലച്ചാൽ, റൂഹ് എന്ന് പോയാൽ നമ്മുടേതെന്ന് പറഞ്ഞ ആ സമ്പത്തെല്ലാം അത് മറ്റുള്ളവരുടേതായി, മറ്റുള്ളവർ ഓണർമാരായി വരുന്ന അനന്തരാവകാശമായി നീക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സമ്പത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്തെല്ലാം അള്ളാഹുവിന്റെ സമ്പത്ത് എന്നാണ് പറഞ്ഞത്, നമ്മുടെ സമ്പത്ത് എന്നല്ല പറഞ്ഞത്. അള്ളാഹു ചെറിയൊരു കാലപരിധിയിൽ നമ്മളെ ഏൽപ്പിച്ചതാണ്. താൽക്കാലികമായ ക്രയവിക്രയങ്ങൾക്ക് നമ്മളെ ഏൽപ്പിച്ചു പരീക്ഷിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ സമ്പത്ത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന് പറഞ്ഞ ആയത്തുകളിൽ നമ്മൾ പ്രത്യേകം കാണുന്നത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദാനം ചെയ്യണമെന്നല്ല. വിശുദ്ധ ഖുർആനിലെ വചനം എങ്ങനെയാണ്? സൂറത്തു നൂറിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാകും, അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്നും നിങ്ങൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുക. അപ്പൊ അള്ളാഹിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന്, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ദാനമായി നൽകുക എന്നതാണ്. ഒരിക്കലും മനുഷ്യരിലേക്ക് ചേർത്തി ആ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. ഇതിന്റെ ഉടമസ്ഥൻ, രാജാധികാരം എന്റെ റബ്ബിന്റെ കൈകളിലാണ് എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും, നൽകിയവർക്കു തന്നെ അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ പിൻവലിക്കും. അതുകൊണ്ട് തന്നെ എന്റെ അധികാരവും എന്റെ മിടുക്കും എന്റെ ജോലി സാമർഥ്യവും ഒന്നും കൊണ്ടല്ല ഈ സമ്പത്ത് എനിക്കുണ്ടായിരിക്കുന്നത്. സമ്പത്ത് എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഇതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് റബ്ബിന്റെ നിഅമത്താണ്, അതിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമ്പത്ത് പടച്ചവന്റേതാണ്, നമുക്ക് താൽക്കാലികമായി നൽകപ്പെട്ടതാണ്. രണ്ടാമത്തത്, സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഹലാലും ഹറാമും നോക്കാതെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഒരു രൂപ പോലും അതിൽ കടന്നു വരരുത് എന്നുള്ളതാണ് നമ്മൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഹലാലാവാത്ത ഒരു രൂപ പോലും കടന്നു വരുന്നില്ല എന്നത് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
അങ്ങനെ കടന്നു വന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഓ വിശ്വാസികളെ, ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ പരസ്പരം അന്യായമായി നിരർത്ഥകമായ നിലക്ക് നിങ്ങൾ സമ്പാദ്യം പരസ്പരം ഹറാമായ നിലക്ക് തിന്നരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ രൂപയാണെങ്കിലും, അത് ലക്ഷങ്ങളാകട്ടെ 10,000-ങ്ങളാകട്ടെ, ഒരു ചെറിയ 10 രൂപയാണെങ്കിൽ പോലും ഹലാലല്ലാത്തത്, അത് തൊയ്യിബല്ലാത്തത് നമ്മുടെ സമ്പാദ്യങ്ങളിൽ കൂടിക്കലരരുത് എന്ന് തന്നെയാണ്. കാരണം ഇതിനെ കൃത്യമായ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്. കൃത്യമായി അവിടെ പരലോകത്തു നിന്ന് വിചാരണ ചെയ്യുന്ന ആദം സന്തതികൾ 5 ചോദ്യങ്ങൾ അഭിമുഖീകരിക്കും. ഹദീസുകളിൽ കാണാം. അതിലെ 2 ചോദ്യം സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. എന്താണ് ചോദ്യം? മിന്നൈനക്തസബഹു, എവിടെ നിന്നാണ് നീ അത് സമ്പാദിച്ചത്? അത് ഹലാലായ വഴിയിലാണോ, അത് തൊയ്യിബാണോ? കൃത്യമായി അവിടെ ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വഫീമ അംഫഖഹു, അവൻ ഇഷ്ടം പോലെ സമ്പാദിച്ച് ഏത് വിധേനയും അത് ചെലവഴിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെയും ചോദ്യമുണ്ട്. എവിടെയാണ് അത് ചെലവഴിച്ചത്? ഹറാമിലാണോ, ദൂർത്തടിച്ചാണോ? ചോദ്യമുണ്ട്. അപ്പോൾ എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിന്റ്, ഹലാലും ഹറാമും നമ്മൾ സമ്പാദിക്കുന്നതിൽ നമ്മൾ പരിഗണിക്കണം എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, പലിശയുമായി ഒരു നിലക്കും നമ്മുടെ സമ്പാദ്യങ്ങളിൽ ബന്ധപ്പെടരുത്. കച്ചവടക്കാർ, അതേപോലെ തന്നെ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവർ, അവർ പലപ്പോഴും ലോണുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു അവരുടെ സമ്പാദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക വചനങ്ങളിലെ താക്കീതാണ്, പലിശയുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും വിശ്വാസികൾ അടുത്തു പോകരുത് എന്നുള്ളതാണ്. പലിശയ്ക്ക് റിബ എന്നാണ് അറബിയിൽ പറയുക. അവിടെ ബന്ധം, ആ പലിശയുമായി ഒരു വ്യക്തി ബന്ധം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ റബ്ബിൽ നിന്നും അവന്റെ പ്രവാചകനിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനത്തെ അവൻ കരുതിയിരുന്നു കൊള്ളട്ടെ എന്നാണ്. മാത്രമല്ല, മാരകമായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരാകുമെന്നതാണ്. കനത്ത താക്കീതുകളാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ പലിശയുമായി ബന്ധമുള്ള സമ്പാദ്യങ്ങളിൽ ഒരു നിലക്കുമുള്ള ബർക്കത്ത് ഉണ്ടാവുകയില്ല. ഒരു നിലക്കും പലിശ നമ്മൾ ഏതെങ്കിലും നമ്മുടെ കച്ചവടവുമായോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും നിലക്ക് പലിശ തൊട്ടാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ബറക്കത്തുകളും തകരും, നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ആളുകൾ പലപ്പോഴും, ഒരാൾ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അയാൾ 90 ലക്ഷം ചെലവഴിച്ച് ഒരു വലിയ പ്രൊജക്റ്റ് അയാൾ തുടങ്ങി. എന്നാൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി, പാർട്ട്ണർമാരുടെ അടുത്ത് നിന്നെല്ലാം പണം വാങ്ങി 80 ലക്ഷം മാത്രമേ അയാൾക്ക് കിട്ടിയുള്ളൂ. എല്ലാ നിലക്കും നോക്കുമ്പോൾ അയാൾക്ക് ഒക്കുന്നില്ല. 10 ലക്ഷത്തിന്റെ ഷോർട്ടുണ്ട്. അവസാനം അയാൾ തീരുമാനിച്ചു, ഒരു 10 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അയാൾ ലോൺ എടുത്തു. എന്നിട്ട് ആ പദ്ധതി ആരംഭിച്ചു. ആ നിലക്ക് അദ്ദേഹം അതിന്റെ പലിശ, ലോൺ എടുത്ത പലിശ വീട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന്റെ ലാഭവും അതിന്റെ വാടകയും എല്ലാം കിട്ടിയിട്ടും അദ്ദേഹത്തിന് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. കാരണം അതിലെ ബറക്കത്തുകൾ അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ 10 ലക്ഷത്തിന് പകരം അയാളുടെ പാർക്കിംഗ് ഏരിയയിലെ ഒരു ചെറിയ ഭൂമി അദ്ദേഹം വിറ്റ് 22 ലക്ഷം അയാൾ അടച്ചുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മൂലധനവും 12 ലക്ഷം പലിശയുമായി അയാൾ അടച്ചു എന്നുള്ളതാണ്. ഇവിടെ പലിശയിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ അവന്റെ ജീവിതത്തിലെ സമ്പാദ്യത്തിലെ ബറക്കത്തുകൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന പ്രവാചകന്റെ വചനം പലിശയുടെ ഗൗരവത്തെയും അതിന്റെ തീവ്രതയെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ കാര്യം, പിശുക്കു പാടില്ല എന്നുള്ളതാണ്. സമ്പാദിക്കുന്നവരിൽ ആ സമ്പാദ്യത്തിൽ ഒരിക്കലും പിശുക്കു പാടില്ല. അതിൽ നിർബന്ധമായും നൽകാൻ പറഞ്ഞ നിർബന്ധ ദാനം സക്കാത്തിൽ നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല. നിർബന്ധ ദാനം കാൽക്കുലേറ്റ് ചെയ്ത് സക്കാത്ത് അവകാശികൾക്ക് കൊടുക്കണം. അത് ആരുടെയെങ്കിലും ഔദാര്യമല്ല. അവിടെ നിർബന്ധമായും പാവങ്ങൾക്കുള്ള അവകാശമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു 1000 രൂപ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് 25 രൂപ പാവപ്പെട്ടവന് നിർബന്ധമായും നൽകണമെന്ന് പറയുന്നു. 975 നിന്റേതാണ് എന്ന് പറയുമ്പോൾ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറയുമ്പോൾ അതുകൂടി കൊടുക്കാൻ മനസ്സു കാണിക്കാതെ ഒരാൾ പിടിച്ചു വെക്കുന്നെങ്കിൽ അയാളുടെ സമ്പാദ്യം മുഴുവൻ എന്തിയാണ്? ഹറാമാകാണ്.
അതുകൊണ്ട് തന്നെ സക്കാത്തിന് ശുദ്ധീകരണം എന്ന അർത്ഥമുണ്ട്. ആ 2.5% പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ അവന്റെ സമ്പാദ്യം ശുദ്ധീകരിക്കപ്പെടുകയാണ്. സക്കാത്തിന് വളർച്ച എന്ന അർത്ഥമുണ്ട്. സക്കാത്ത് നൽകുന്നതിലൂടെ അയാളുടെ സമ്പത്തിന് വർധനവുണ്ടാകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് സക്കാത്താണ്. അതേപോലെ സ്വതക്ക ചെയ്യാൻ ഒരു നിലക്കും മടി കാണിക്കരുത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു അവന്റെ ഫളിൽ കൊണ്ട് ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിനെ നിങ്ങൾ പിശുക്കി ഇറുക്കി പിടിക്കരുത്. എന്നിട്ട് അവൻ വിചാരിക്കുന്നത്, പിശുക്കി പിടിച്ചവൻ വിചാരിക്കുന്നത് എന്താണ്? ലാ യഹ്സബന്ന, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, ഹുവ ഖൈറൻ ലഹും, അവർക്കത് ഖൈറാണെന്നവർ വിചാരിക്കേണ്ടതില്ല, അവർക്കത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് അപകടകരമാണ്, ആപത്താണ് എന്നാണ്. പിശുക്കി പിടിക്കുന്നത് ആപത്താണ്, അത് അപകടകരമാണ്, അതൊരു ഗുണവും അവന് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സമ്പത്ത് പാവപ്പെട്ടവർക്ക്, അർഹരായ ആളുകൾ, അതേപോലെ ബന്ധുക്കളിലെ, കുടുംബ ബന്ധമുള്ളവരിലെ അവകാശികൾ, അയൽവാസികൾ, വിധവകൾ, അനാഥകൾ, രോഗികൾ, നിരാലംബർ, എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ ചേർത്തു പിടിക്കാനും അവരിലേക്ക് നൽകാനും നമുക്ക് ആ വിശാലമായി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ? സക്കാത്ത് തടഞ്ഞു വെച്ചവൻ, പിടിച്ചു വെച്ചവൻ, അവനെ സമ്പത്ത് കണ്ടാഭരണമായി അന്ത്യനാളിൽ അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെടുമെന്നാണ്. ഇതാണ് 4ാമത്തെ പോയിന്റ്. ഒരിക്കലും പിശുക്ക് നമ്മളെ ബാധിക്കാൻ പാടില്ല. 5ാമത്തെ കാര്യം, പണം ഒരിക്കലും ശാശ്വതമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. പണത്തിന്റെ പേരിൽ അവിടെ പുളകം കൊള്ളുന്നവർ, ഇത് തന്നെയാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവർ, ഇത് എൻ്റെ 10 തലമുറക്ക് ജീവിക്കാൻ മാത്രം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയും അതുതന്നെയാണ് ശാശ്വതമായ എൻ്റെ നിലനിൽപ്പ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവിടെ മറ്റുള്ളവരെ കുത്തിപ്പറയാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത് അവന്റെ കയ്യിലുള്ള സമ്പത്താണ്. അവരെ തെറി പറയാനും ചീത്ത വിളിക്കാനും കാരണമായി തീരുന്നത് സമ്പത്താണ്. ഒരിക്കലും സമ്പത്തിന്റെ ഊക്കിൽ ഒരിക്കലും ഒരാളോട് ആ നിലക്ക് സംസാരിക്കാനും അവഗണിക്കാനും ഒരാൾക്ക് ഒരിക്കലും സാധിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. സുപരിചിതമായ സൂറത്തുൽ ഹുമസയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, എല്ലാ കുത്തിപ്പറയുന്നവരും അവഹേളിക്കുന്നവരുമായ എല്ലാവർക്കും നാശം. വൈൽ എന്നാണ് പറഞ്ഞത്. എന്താണ് അവരുടെ നാശത്തിന് കാരണം? എന്താണ് കുത്തിപ്പറയാനും അവഹേളിക്കാനുമുള്ള കാരണം? 2ാമത്തെ ആയത്തിലെ വിഷയം എന്താ? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അവനവന്റെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അതിങ്ങനെ എണ്ണി കണക്കാക്കുകയും ചെയ്തു. അവനിങ്ങനെ എണ്ണിക്കണക്കാക്കുന്നു. ആ സമ്പത്തിനോടുള്ള അമിതമായ ഇഷ്ടം അവനെ ഇത് തന്നെയാണ് എല്ലാം എന്നവനെ പ്രേരിപ്പിക്കുകയാണ്. ആ നിലക്ക് അതിങ്ങനെ എണ്ണി നോക്കി തിട്ടപ്പെടുത്തി അതുതന്നെയാണ് എല്ലാം, അതുതന്നെയാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർ, പരലോകത്തെ നഷ്ടപ്പെടുമാറ് ആ സമ്പത്തിൽ വലിപ്പം കാണുന്ന ആളുകൾ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ വിചാരിക്കുന്നു അവന്റെ സമ്പത്ത് അവന് ശാശ്വതമായ ജീവിതം നൽകുമെന്ന് അവൻ വിചാരിക്കുകയാണ്. അത്തരക്കാർക്കാണ് നാശം. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പത്തിന്റെ വിഷയത്തിൽ, പിന്നെ അള്ളാഹു നൽകിയ, അള്ളാഹു എത്ര സമ്പാദിക്കണം എന്നതിന് ഇസ്ലാമിലെ ലിമിറ്റ് ഇല്ല. ഒരാൾക്ക് എത്രയും എന്ത് ചെയ്യാം, സമ്പാദിക്കാം. പക്ഷെ അത് ഹലാലാകണം, തൊയ്യബാകണം, ഹലാലായ വഴിയിൽ എന്ത് ചെയ്യണം, ചെലവഴിക്കണം. ഇത്രേ അതിന്റെ ഡിമാൻഡ് ഉള്ളൂ. ഇത്ര ആയാൽ നിർത്തണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എന്നാൽ സമ്പത്തിന്റെ വിഷയത്തിൽ അഹങ്കാരം ഒരിക്കലും പാടില്ല. അത് ശാശ്വതമാണെന്ന ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. ആ നിലക്ക് സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കാനായിരിക്കണം നമുക്ക് സാധിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ഏറ്റവും ക്ഷണികമായ നശിച്ചു പോകുന്ന ഈ ദുനിയാവിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങളുടെ സമ്പത്തിനെ അതിയായ രൂപത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതേപോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആദിയാത്തിൽ നമുക്ക് കാണാം, അതിശക്തമായി പായുന്ന ഒരു കുതിരയുടെ ഉപമ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൽ ആദിയാത്തി ളുബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ ഫവസത്ന ബിഹി ജംഅ. ഒരു പ്രഭാത സമയത്ത് ഒരു കുതിര ഇറങ്ങുകയാണ് പോർക്കളത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക്. യജമാനന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു കുതിര അതിന്റെ കുളമ്പ് കല്ലിൽ തട്ടി തീപ്പൊരികൾ പാറി, അതേപോലെ പൊടിപടലങ്ങൾ മേൽപോട്ടുയർന്ന് ഒരു കുതിര അതിശക്തമായി പായുകയാണ്. എന്നിട്ട് ആ കുതിര ശത്രു സംഘത്തിന്റെ മുമ്പിൽ ചെന്നു നിൽക്കുകയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, എന്നാൽ മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. എന്താണ് ഈ കുതിരയും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം? ആ കുതിരയെ ത്യാഗത്തിന് പ്രേരിപ്പിച്ചത് തന്റെ യജമാനനോട് നന്ദി കാണിക്കണമെന്ന ബോധമാണ്. യജമാനനെയാണ് എനിക്ക് ആല ഒരുക്കി തന്നത്,
കൂട് റെഡിയാക്കി തന്നത്, ആ യജമാനനാണ് എനിക്ക് വെള്ളം തരുന്നത്, ആ യജമാനനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, ആ യജമാനനാണ് എന്നെ കുളിപ്പിക്കുന്നത്, ആ യജമാനനോടുള്ള നന്ദിയാണ് ആ കുതിര കാണിക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത്, എന്നാൽ മനുഷ്യരിൽ ഭൂരിപക്ഷവും റബ്ബിനോട് നന്ദി കെട്ടവരാണ്. ആ നന്ദികേടിന്റെ കാരണങ്ങൾ പറയുന്നിടത്തും ഖുർആൻ പറഞ്ഞത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് ഖൈറിനോടുള്ള, ഖൈർ എന്നതിന് മുഫസ്സിറുകൾ നൽകിയ വ്യാഖ്യാനം മാൽ എന്നതാണ്, ധനം എന്നതാണ്. സമ്പത്തിനോടുള്ള അതിയായ ഇഷ്ടം മനുഷ്യനെ നന്ദി കെട്ടവനാക്കി തീർത്തിരിക്കുന്നു എന്നാണ്. ഹലാലും ഹറാമും പരിഗണിക്കാതെ ഇഷ്ടം പോലെ എങ്ങനെയും ഏത് രൂപത്തിലും സമ്പാദിക്കാം എന്ന വഴിയിലേക്ക് ആളുകൾ പോകുമ്പോൾ അവിടെ നന്ദികേടിന്റെ വഴിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. ആദം സന്തതികളുടെ ഒരു രീതിയാണ്. റസൂല പറഞ്ഞല്ലോ, മാലി മാലി, മനുഷ്യരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പണം, എന്റെ സമ്പത്ത് എന്നാണ്. ഒരു താഴ്വര മുഴുവൻ സ്വർണം കിട്ടിയാൽ രണ്ടാമതൊരു താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് റസൂല പറഞ്ഞു, മനുഷ്യ നീ തിന്നു തീർത്തതും ഉടുത്തു ദ്രവിച്ചു പോയതും നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്തതുമല്ലാതെ ഒന്നും നിന്റേതല്ല. അതുകൊണ്ട് തന്നെ ബാക്കി വെക്കുന്നത് മറ്റുള്ളവൻ്റെതായി മാറും, അനന്തരമായി മറ്റുള്ളവർ കൊണ്ടുപോകുമെന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ സമ്പത്തിനോട് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞത് സമ്പത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ച 7 പോയിന്റുകളിൽ 5 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 1, സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണെന്ന തിരിച്ചറിവുണ്ടാവുക. 2, ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കരുത്. 3, പലിശയുമായി ഒരു നിലക്കും ബന്ധമുണ്ടാകരുത്. അതേപോലെ കിട്ടിയ സമ്പത്തിൽ പിശുക്കു കാണിക്കരുത്. 5, പണം ശാശ്വതമാണ്, അതുതന്നെയാണ് എല്ലാം, ശാശ്വത ജീവിതം നൽകുമെന്ന ഒരു മിഥ്യാധാരണ വെച്ചു പുലർത്തരുത്. 6 പോയിന്റ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഒരു സമ്പത്തും ഉപകരിക്കാത്ത ഒരാൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ആ സമ്പത്തൊന്നും ഉപകരിക്കാത്ത ഒരു ലോകം, എത്ര വലിയ സമ്പാദ്യങ്ങളും ഫലം ചെയ്യാത്ത ഒരു ലോകം പരലോകത്ത് വരാനുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെന്നതാണ്. അവിടെ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കേണ്ടി വരുന്ന ആ പരലോകത്തെ ഓർക്കാൻ ഈ സമ്പത്തിലൂടെ ഒരാൾക്ക് കാരണമാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കിയേ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്നേ ദിവസം സമ്പത്തോ മക്കളോ അവർക്ക് ഒരു ഉപകാരം ചെയ്യുകയില്ല. സമ്പത്തും മക്കളും ഉപകരിക്കാത്ത ആ ദിനം, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി, ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഹറാമുകൾ ചെയ്യാതെ, വൃത്തികേടുകൾ ചെയ്യാതെ, സാമ്പത്തികമായ രംഗത്ത് ആ നിലക്കുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതെ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്കാണ് അവിടെ രക്ഷയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരലോകം വരാനുണ്ട്. അവിടെ ഒരാളുടെയും സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവിടുന്ന് ഒരു മികവ് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, ഇത്തരം ആളുകൾ സമ്പത്ത് കൊണ്ട്, ഊക്കുകൊണ്ട്, അതുതന്നെയാണ് എല്ലാം എന്ന് കരുതിയവർ, അവർ പരലോകത്തുള്ള വിലാപം നടത്തുന്ന ഒരു വിലാപം സൂറത്തുൽ ഹാഖയിൽ കാണാം. മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്കിന്ന് ഉപകാരപ്പെട്ടില്ല എന്നവൻ പറയുന്നതാണ്. എന്റെ അധികാരം എന്നെനിക്ക് ഉപകാരപ്പെട്ടില്ല, എന്റെ സ്വാധീനം എനിക്കിന്ന് ഉപകരിക്കുന്നില്ല. എല്ലാം അവിടെ ഒന്നും അവിടെ ഉപകരിക്കാതെ അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രം അവന് പ്രയോജനപ്പെടുന്ന ഒരു ലോകം ഓരോരുത്തർക്കും അഭിമുഖീകരിക്കാനുണ്ട്. അപ്പോ എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാനുള്ള ആ പരലോകത്ത് അയാളുടെ സമ്പത്തിന്റെ മികവിൽ അയാൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. അയാൾ ചെലവഴിച്ചതും ദാനം ചെയ്തതും കൊണ്ട് അതിന്റെ നന്മകൾ അയാൾക്ക് കിട്ടുമെന്നതല്ലാതെ അതിന്റെ പേരിൽ അയാൾക്ക് ഒന്നും അവിടെ നേടാൻ കഴിയില്ല എന്ന ചിന്ത. 7, സമ്പത്ത് കുന്നുകൂടുമ്പോൾ ഒരിക്കലും നമ്മളിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരവസ്ഥ. അതാണ് 7, അവസാനത്തെ പോയിന്റായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അതാണ്. സമ്പത്ത് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ, അയാളുടെ സാലറി വർദ്ധിക്കുമ്പോൾ, അയാളുടെ കച്ചവടം മെച്ചപ്പെടുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ തടസ്സമാവുക. കൃത്യമായി ജമാഅത്തുകൾക്ക് വന്നിരുന്ന ആള്, കൃത്യമായി ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്ന ആള്, കൃത്യമായി ആ നിലക്ക് ഖുർആൻ പാരായണത്തിലും നന്മകളിലൊക്കെ ശ്രദ്ധിച്ച ആള്, അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു, അതിങ്ങനെ വളർച്ച
ഉണ്ടായി, അത് അയാൾക്ക് തിരക്കുണ്ടായി, പിന്നെ അയാൾ പള്ളിയിലില്ല, എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമസ്കരിക്കുന്നു, അയാൾക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, ഖുർആൻ പഠിക്കാൻ സമയമില്ല, അയാൾ തിരക്കുകളിൽ മാത്രം മുന്നോട്ട് പോകുന്ന, അത് തികഞ്ഞ ഒരു നന്ദികേടാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് സമ്പത്ത് നമ്മളെ തടയാൻ പാടില്ല എന്നതാണ് അവസാനത്തെ പോയിന്റായിട്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തു മുനാഫിഖുൽ ആയത്താണ്, നമുക്ക് സുപരിചിതമായ ആയത്താണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ, അൻദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് എന്ന് പറഞ്ഞ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഈ നിലക്കുള്ള നന്മകളായ ഇബാദത്തുകളായ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ തൊട്ട് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറയാണ്, ആരെങ്കിലും അത് അശ്രദ്ധയിലാക്കിയാൽ, ഏത് സമ്പത്ത് ഒരാൾ നിസ്കാരത്തിൽ നിന്ന് തടഞ്ഞു. എന്തുകൊണ്ടാണ് അയാൾ ളുഹ്ർ ഖളാ ആയത്? സമ്പത്തിന്റെ അതിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിന്റെ പേരിലായിരുന്നു അയാളുടെ ജമാഅത്തുകൾ നഷ്ടപ്പെടുന്നത്, അയാളുടെ നമസ്കാരം ഖളാ ആകുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ പറ്റി ഖുർആൻ പറയാണ്, ആരെങ്കിലും അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം, അശ്രദ്ധമാകുന്ന പക്ഷം, അക്കൂട്ടർ തന്നെയാണ് മഹാനഷ്ടക്കാർ, ഖാസിരീങ്ങൾ അവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം നഷ്ടക്കാരിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പകരം എന്താണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാക്കിയാകുന്നത് എന്താണ്? ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ, സവാബൻ വ ഖൈറുൻ അമല, നിങ്ങൾ ചെയ്തു വെച്ച നന്മകളാണ്. എന്താണ് ബാഖിയാത്തു സ്വാലിഹാത്ത്? പണ്ഡിതന്മാര് പറയുന്നത് അവിടെ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത്തരം ദിക്റുകളിലൂടെ കടന്നുപോയാൽ അതാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അസ്സലവാത്തുൽ ഖംസ് എന്നാണ്, 5 നേരത്തെ നമസ്കാരമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് പരലോകം നഷ്ടപ്പെടരുത് എന്ന ചിന്തയാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഹറാമിന്റെ അത്തരം തലങ്ങളിലൂടെ, സമ്പാദ്യത്തിന്റെ അത്തരം രീതികളിലൂടെ കടന്നു പോകരുത്. പലപ്പോഴും ആളുകൾ പറയുന്നത് ഹറാമോ ഹലാലും നോക്കിയാൽ ഇപ്പോഴത്തെ പുതിയ കാലത്ത് കച്ചവടം നടക്കൂല, എല്ലാം തകർന്നു പോകും എന്നൊക്കെ ആളുകൾ വളരെ ലാഘവത്തോടു കൂടിയാണ് കമന്റുകൾ പറയുന്നത്. അപ്പൊ ഹറാമായ വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ എത്ര ഗൗരവമാണ്. നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ മക്കളെയും കുടുംബത്തെയും തിന്നിക്കുകയാണ്. അതിലൂടെ അവരുടെ ശരീരം ആ നിലക്ക് പുഷ്ടിപ്പെടുന്നത് ഹറാമിലൂടെ വളർത്തപ്പെടുകയാണ്. റസൂല പറഞ്ഞില്ലേ, യാത്രക്കാരനായ ഒരു വ്യക്തി അയാൾ യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിക്കുന്നു. യാത്രക്കാരനെ പൊടിപുരണ്ട ആ നിലക്കുള്ള ക്ഷീണിതനായ ഒരു മനുഷ്യൻ, പ്രാർത്ഥനക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അയാളിലുണ്ട്. പക്ഷേ യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചിട്ട് അയാൾക്ക് ഉത്തരമില്ല. കാരണം റസൂല പറയാണ്, വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്, വമതഅമഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ കുടിച്ചത് ഹറാമാണ്, അവൻ ഹറാമിനാൽ ഊട്ടപ്പെട്ട മനുഷ്യനാണ്. വഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവൻ അല്ലാഹു ഉത്തരം നൽകുക എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന ഒരു സമയം, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാനുണ്ട് എന്ന ചിന്ത നമുക്ക് വേണം. അവിടെ നമുക്ക് പിന്നെ നന്മകൾ ചെയ്യാൻ ഒന്നും കഴിയില്ല. അവിടെ ജീവിതം നമുക്ക് അവസാനിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ ഖാല റബ്ബിർജിഊൻ, അവര് പറയും, ചില ആളുകൾ പറയും, റബ്ബിർജിഊൻ, പടച്ചോനെ ഞങ്ങളെ ഒന്നുകൂടി മടക്കി തരുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, ഫീമാ തറക്തു, ഞങ്ങൾ ഉപേക്ഷ വരുത്തിയതായി, ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന, ഞങ്ങൾ സമ്പാദ്യത്തിന്റെ പേരിൽ, കച്ചവടത്തിന്റെ പേരിൽ, മറ്റു ദുനിയാവിന്റെ തിരക്കുകളുടെ പേരിൽ ഞങ്ങളിൽ നിന്ന് ഉപേക്ഷ വന്നുപോയ ധാരാളം നന്മകളുണ്ട്, അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്ന് പറയുന്നതാണ്. മരണം മുന്നിൽ വരുമ്പോഴാണ്, അവസാനത്തെ ബെല്ല് മുഴങ്ങുമ്പോഴാണ്, മലക്കുൽ മൗത്ത് മുന്നിൽ വരുമ്പോഴാണ് ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത്. അവർ പറയുന്നതാണ്, ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഒരൽപ്പം കൂടി ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരുമോ, ഞങ്ങളെ മടക്കി തരുമോ,
പക്ഷെ അവരോട് പറയും കല്ല, വേണ്ടതില്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്. ഹുവ ഖായിലുഹാ, അവനതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കും. അതിനാണ് ബർസഖ് എന്ന് പറയുന്നത്. മരണത്തോടെ ബർസഖിലേക്ക് പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ ലക്ഷ്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ എന്തൊക്കെ ഉണ്ടോ, നമ്മുടെ മുതലായിട്ട് എന്തൊക്കെ ഉണ്ടോ, അതൊക്കെ അതോടെ ഇവിടെ പിന്നെ എന്ത് ചെയ്യും, ഓരി വെക്കപ്പെടുകയാണ്. അതിൻ്റെ പേരിൽ മക്കൾക്കിടയിൽ പ്രശ്നം. അതുകൊണ്ട് തന്നെ കൃത്യമായ നമ്മൾ എന്ത് ചെയ്യണം, ധാരണകൾ മക്കൾക്ക്, ദീനീ ബോധം നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ കഴിയണം. എല്ലാത്തിനും നമുക്ക്, എല്ലാ നന്മകൾക്കും നമുക്ക് അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ തൗഹീദുള്ളവരാകുമ്പോൾ മാത്രമാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് ഇബാദത്ത് കൊടുക്കുന്നതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിന് മാത്രം എല്ലാം സമർപ്പിക്കുന്നവരാകണം നമ്മൾ. പലപ്പോഴും ആളുകൾക്ക് വിശ്വാസത്തിൽ പിഴവുകൾ സംഭവിച്ചു പോവുകയാണ്. ആളുകൾക്ക് ആ നിലക്ക് ദീനി പരിസരത്തു നിന്ന് ആളുകൾ അകന്നു പോവുകയാണ്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ യൂട്യൂബുകളിലും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത്തരം ആളുകൾ എന്ത് ചെയ്യാണ്, ഇത്തരം തെറ്റായ ആശയധാരകൾ, അതൊരു പുരോഗമനത്തിന്റെ പേരിൽ തെറ്റായ ആശയധാരകൾ മുസ്ലിംകളുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസരംഗത്ത് ഒരു അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിനോട് മാത്രം, ഇന്നകുൽ ഇന്നമാ അദ്ഉ റബ്ബി, പ്രവാചകൻ പറഞ്ഞെന്താ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ മറ്റൊരാളോടും പിന്നെ ശിർക്ക് ചെയ്യുകയില്ല, മറ്റൊരാളെയും പങ്കു ചേർക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതു പ്രതിസന്ധിയാണോ നമ്മൾ അലട്ടുന്നത്, ആ പ്രതിസന്ധികൾ റഹ്മാനായ, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്ത റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ് അത് ബോധിപ്പിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങളാണോ, നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാനാണോ, നമ്മുടെ മകളുടെ ജോലി, അതേപോലെ മകന്റെ വിവാഹം, മകളുടെ വിവാഹം, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം. നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഉദ്ഉനി അസ്തജിബ് ലക്കും, അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പക്ഷെ ആളുകൾ മറ്റു പല പടപ്പുകളിലേക്കും ശക്തികളിലേക്കും വ്യക്തികളിലേക്കും ആ നിലക്കുള്ള കേന്ദ്രങ്ങളിലേക്കും ആളുകൾ പോകുന്നു. ഇതെല്ലാം നമ്മുടെ എല്ലാ നന്മകളെയും ഉടച്ചു കളയുന്ന, മാത്രമല്ല സ്വർഗം നമുക്ക് നിർബന്ധമാകുന്ന, നരകം ശാശ്വതമാകുന്ന ഭയാനകരമായ ഒരു പാപമാണ്, ഏറ്റവും വലിയ അക്രമമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ പങ്കാളികളെ നിശ്ചയിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ, ഈമാനിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകാൻ പാടില്ല, ശിർക്ക് കലരാൻ പാടില്ല. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഒക്കെ അവരുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചോദിച്ച ഉപദേശങ്ങളിലെല്ലാം മുഴച്ചു കാണുന്നത് ശിർക്കിനെ പറ്റിയുള്ള ഗൗരവ ഓർമ്മപ്പെടുത്തി, തൗഹീദിനെ പറ്റി ഓർമ്മപ്പെടുത്തലായിരുന്നു. ലുഖ്മാൻ അലൈഹി സ്വലാം പറഞ്ഞെന്താണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം, മോനെ, അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകളിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക, ശിർക്ക്, അത് ലദുൽമുൻ അദീം. മോനെ, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, അത് ഏറ്റവും വലിയ അക്രമമാണ് എന്നാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നു, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും അള്ളാഹുവിനെ അകറ്റി നിർത്തണേ. അതേപോലെ യാക്കൂബ് അലൈഹി സ്വലാം മക്കളെ വിളിച്ചു ചോദിക്കുന്നു, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക, ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിക്കുന്നു. ആ നിലക്ക് നമുക്ക് തൗഹീദുള്ളവരാകുന്നതിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു കൃത്യമായ രക്ഷ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ എണ്ണിപ്പഠിപ്പിച്ച ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഒന്ന്, നമ്മുടെ ഈ അൽ ഹിക്മയിൽ വെച്ചുകൊണ്ട് ഒരു ഫാമിലി മീറ്റ്, ഒരു കുടുംബ സംഗമം നാളെ സംഘടിപ്പിക്കുകയാണ്. അസ്ർ നമസ്കാരത്തിന് ശേഷം എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക്, സവാദ് സലഫിയാണ് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സന്തോഷം പിന്നെ നമ്മുടെയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യമുണ്ട്. കുടുംബസമേതം എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കടവത്തൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തഹ്ഫീദുൽ ഖുർആൻ എന്ന സ്ഥാപനം, അതിൻ്റെ ഏറ്റവും സന്തോഷകരമായൊരു സന്ദർഭമാണ്. അവിടെ 4 ഹാഫിളുകൾ, ഖുർആൻ പൂർണ്ണമായി പഠിച്ച 4 വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അവർക്കുള്ള ഒരു അനുമോദനവും അതേപോലെ സുബൈർ സലഫിയുടെ ഒരു ക്ലാസും
സംഘടിപ്പിക്കുന്നുണ്ട്. അതിലും പറ്റാവുന്നവരെല്ലാം ഇന്നും മഗ്‌രിബിന് ശേഷമാണ്, അതിലും പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത പല സഹോദരങ്ങളുമുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള സിദ്ദീഖ് സാഹിബിൻ്റെ മകൻ്റെ കുട്ടി ICUവിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണമായ ശമനം, ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, വിശ്വാസികൾ, അള്ളാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു ഇനി ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി മറ്റു കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു ഇനി അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.